സൃഷ്ടികർത്താവേ പാഹി മാം വിശ്വബ്രഹ്മാവേ പാഹി മാം കാമദായക പാഹി മാം വിശ്വകർമാവേ പാഹി മാം സൃഷ്ടികർത്താവേ പാഹി മാം വിശ്വബ്രഹ്മാവേ പാഹി മാം കാമദായക പാഹി മാം വിശ്വകർമാവേ പാഹി മാം ലോകപാലകൻ പഞ്ചകൃത്യങ്ങളാൽ സാധിപ്പാനായ അവതരിച്ചിടിന മനുമായ സൃഷ്ടശില്പി വിശ്വജ്ഞരാം തനയരെ സൃഷ്ടി ചെയ്തവൻ നീയല്ലോ. പാഹി മാം സൃഷ്ടികർത്താവേ പാഹി മാം വിശ്വബ്രഹ്മാവേ പാഹി മാം കാമദായക പാഹി മാം വിശ്വകർമാവേ പാഹി മാം യുക്തശക്തി നിറഞ്ഞൊരു ദൈവമേ ഭക്തവത്സല കാരുണ്യമൂർത്തിയെ ശാന്തരായി ലോകപാലനം ചെയ്യൂ നീ സന്തതികളെ കാത്തുകൊള്ളണമേ. പാഹി മാം സൃഷ്ടികർത്താവേ പാഹി മാം വിശ്വബ്രഹ്മാവേ പാഹി മാം കാമദായക പാഹി മാം വിശ്വകർമാവേ പാഹി മാം കർമ്മകുണ്ടല ശോഭിതനായിടും അക്ഷമാലയണിഞ്ഞവനായിടും ഹസ്തേ പത്മമെടുത്തവനായിടും എപ്പോഴും നിന്നെ കാണുമാറാകണം. പാഹി മാം സൃഷ്ടികർത്താവേ പാഹി മാം വിശ്വബ്രഹ്മാവേ പാഹി മാം കാമദായക പാഹി മാം വിശ്വകർമാവേ പാഹി മാം സർവലോക നിയന്താവേ ദൈവമേ സർവവേദ പ്രഭാകരനായോനേ സർവവും നിൻ കടാക്ഷം കൊണ്ടല്ലയോ നിർവഹിപ്പടിനേവരുമൂഴി. പാഹി മാം സൃഷ്ടികർത്താവേ പാഹി മാം വിശ്വബ്രഹ്മാവേ പാഹി മാം കാമദായക പാഹി മാം വിശ്വകർമാവേ പാഹി മാം ജ്ഞാനമില്ലാതുഴലുന്നവർക്കു നീ ജ്ഞാനമേറ്റമുളവാക്കി രക്ഷിപ്പാൻ ജ്ഞാനമൂർത്തിയതാകിയ നിന്നോടെ ജ്ഞാനക്കണ്ണുറന്നിടണേ ഞങ്ങളെ. പാഹി മാം സൃഷ്ടികർത്താവേ പാഹി മാം വിശ്വബ്രഹ്മാവേ പാഹി മാം കാമദായക പാഹി മാം വിശ്വകർമാവേ പാഹി മാം വിശ്വകർമാവേ പാഹി മാം വിശ്വകർമാവേ പാഹി മാം.
നമ്മൾ ഈ ഗെറ്റ് ടുഗദർ ഒക്കെ കൂടുന്നതിൻ്റെ ഒരു പർപ്പസ് ഒക്കെ എന്തിനാന്ന് വെച്ചാൽ തന്നെ നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ഒത്തുകൂടി കുറച്ച് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ പങ്കിടാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും സഹകരിക്കാനും നമ്മളിലുള്ള ഒരു സഹകരണ മനോഭാവം വളർത്തിയെടുക്കാനൊക്കെയാണ് നമ്മൾ ഈ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും വന്നെങ്കിലേ നമ്മളുടെ ആ പർപ്പസ് വിജയിക്കത്തുള്ളൂ. ഇപ്പോൾ കുറച്ച് പേര് മാത്രം വന്നുകൊണ്ട് നമ്മുടെ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാകത്തില്ല. അപ്പോൾ സംഘടനയുടെ ഉദ്ദേശവും കാര്യങ്ങളൊക്കെ എല്ലാ പ്രാവശ്യവും പറയാനുള്ളതാണ്. അത് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഈ ഒരു സംഘടന ഇത്രയും കാലം നമ്മൾ നിലനിർത്തി ഡൽഹി കൊണ്ടുപോയതെന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി NCRലും ഉള്ള കംപ്ലീറ്റ് വിശ്വകർമ്മ കുടുംബങ്ങളെ ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തി കഴിയുന്നത്ര ഒരു സഹകരണ മനോഭാവത്തോടുകൂടി പല പർപ്പസോടുകൂടിയാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ആ പ്ലാൻ ചെയ്യുന്ന തരത്തിൽ അത് മുന്നോട്ട് വിജയിപ്പിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളൊരു ഓണാഘോഷമോ അല്ലെങ്കിൽ ഒരു വാർഷിക ആഘോഷമൊക്കെ നടത്തി എല്ലാവരും കണ്ടു സഹകരിച്ചു പോയി. പക്ഷേ മറ്റു പല ഉദ്ദേശങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യാനായിട്ട് കുട്ടികളുടെ കാശ് അവാർഡ്. പിന്നെ മെയിനായിട്ട് നമ്മളുടെ ഒരു പർപ്പസ് ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുള്ളത്, നമ്മൾ സുമംഗലി എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ അത് വിശ്വത്തിൽ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വത്തിൻ്റെ ഒരു ബാനറിലായിട്ട് നടന്നിട്ടുള്ള വിവാഹങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് 3-4 വിവാഹങ്ങൾ മാത്രമേ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ ബാനറിൽ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്, വിവാഹപ്രായമുള്ള കുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. നമ്മൾ ഈ സുമംഗലിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പറയുന്നത് എല്ലാവരുടെ ഓരോ ബയോഡേറ്റ, ആരെങ്കിലും പയ്യന്മാരെ നോക്കുന്നവരോ അല്ലെങ്കിൽ പെൺകുട്ടികളെ നോക്കുന്നവർ അവരുടെ കുട്ടികളുടെ ഒരു ബയോഡേറ്റ നമുക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പറയുന്നത് ഈ ബയോഡാറ്റ എന്തിനാ വാങ്ങിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആരെങ്കിലും ഒരു ആൾ അങ്ങനെ അന്വേഷിച്ച് വരുന്നു, എൻ്റെ മകൾക്ക് ഒരു പയ്യനെ വേണം അല്ലെങ്കിൽ എൻ്റെ മകനൊരു പെൺകുട്ടിയെ വേണം. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഡേറ്റ വേണം. നമുക്കൊരു ഡേറ്റ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കൈമാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ള ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളുടെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്ന ഒരു പാർട്ടിക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പല നോട്ടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മെമ്പേഴ്സൊന്നും കുട്ടികളുടെ ബയോഡാറ്റ ഒന്നും തരുന്നില്ലെന്നുള്ള ഒരു അവസ്ഥ. എന്താ അവർക്ക് അതിനുള്ള ഒരു വിഷമം എന്നുള്ള അറിയത്തില്ല. ഒറ്റപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കും, പറയും, പക്ഷെ ഒരു ബയോഡാറ്റ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോഡാറ്റ തരത്തില്ല. അതൊക്കെയാണ് നമ്മളുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ. അറ്റ്ലീസ്റ്റ് ഈ ഇതുപോലത്തുള്ള വീടും നാടും ഒക്കെ വിട്ട് നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന സമുദായത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മുടെ സമുദായക്കാരുണ്ടെന്ന് തിരിച്ചറിയാമെന്ന് പറയുന്നത് ഒരു വലിയ ആവശ്യമാണ്. കാരണം ഇങ്ങനെയുള്ള വിവാഹവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന അവരവരുടെ സമുദായത്തിൽ ഉള്ള കുട്ടികളെ തന്നെ വിവാഹം കഴിക്കണം എന്നൊക്കെയുള്ള താല്പര്യക്കാരാവല്ലേ. അപ്പോൾ ആ ഒരു പർപ്പസോടൊക്കെ നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ സക്സസ് ആവണം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സംഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. അതിൽ കൂടെ ആൾക്കാരെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് നമ്മൾ കാണുന്ന പറയുന്നത് ഈ ഗ്രൂപ്പിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്രയും മെമ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഒരു വിവാദത്തിന് വേണ്ടിയിട്ടല്ല നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. എന്തിനാ ഒരു സമുദായം എന്ന് പറയുന്നത്? ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി പറയാനും പിന്നെ കുറ്റം പറയാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നാ ഈ സംഘടന? അങ്ങനല്ല. നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്കൊരു ആത്മാർത്ഥതയും ഒരു സന്തോഷവും മനസ്സിലെപ്പോഴും നമ്മുടെ ഒരാളെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണം. ആ ഒരു ഫീലിങ്ങോട് കൂടിയാണ് നമ്മളെപ്പോഴും നമ്മുടെ ആൾക്കാരായിട്ട് ഇടപെടേണ്ടത്. അപ്പോൾ ആൾക്കാരെ പിന്നെ ഭിന്നിപ്പിക്കാനോ അല്ലെങ്കിൽ കുറച്ച് പേരെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പഴിയാരാനോ മാറ്റി നിർത്താനോ ഒന്നുമല്ല നമ്മുടെ സംഘടന. നമ്മളിപ്പോൾ 100 പേര് കൂടിക്കഴിഞ്ഞാൽ 100 പേരിൽ പലർക്കും പല സ്വഭാവക്കാരായിരിക്കും. പക്ഷെ അതെല്ലാം കൂടെ ഒന്നിച്ചു കൂടുമ്പോൾ ഒരു സൊസൈറ്റിയിൽ നമ്മൾ വരുമ്പം ഒരു സോഷ്യൽ ഇടപെടലിൻ്റെ ഒരു രീതിയുണ്ട്. നമ്മളത് ഫോളോ ചെയ്യുക. എല്ലാവരും സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നമ്മുടെ ഈ സംഘടനയുടെ പർപ്പസും എല്ലാം മനസ്സറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവരും ഒന്നിച്ചു കൂടണം. അപ്പോൾ ഈ ഒരു നല്ല സംരംഭം ഇപ്പോൾ ഈ ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വർഷങ്ങളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ഏരിയകളിലൊക്കെ ഇപ്പോൾ കുറവാണ്. കാരണം അവിടെ മെമ്പേഴ്സിൻ്റെ എണ്ണം ഒരുപാട് കുറഞ്ഞു. നേരത്തെ സൗത്ത് വെസ്റ്റ് ഏരിയയിലും സൗത്തിലും സെൻട്രൽ ഏരിയയിലും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഗെറ്റ് ടുഗദർ നടക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയൊക്കെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ റെഗുലറായിട്ട് ഒരു കുടുംബസംഗമം നടത്തുന്നത് ഈ ഈസ്റ്റ് ഡൽഹി ഏരിയ മാത്രമാണ്. അത് വളരെ സന്തോഷമുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവിടെങ്കിലും നടന്നു പോകുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു ബിൽഡിംഗ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചുള്ളത് കൊണ്ട് പ്രോപ്പർട്ടി മേറോളിലാണ്. അപ്പോൾ അവിടെ ഒരു 4-5 ഫാമിലി ഉണ്ടെങ്കിലും ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഈ മയൂറാർ ഏരിയയിലെവിടെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഇവിടെ ഇത്രയും മെമ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് അവർ കൂടെ പ്രയോജനപ്പെടുത്ത കാര്യത്തിൽ ഇവിടെ ഒരു ജനതാ ഫ്ലാറ്റ് വല്ലതും നോക്കി ആ പ്രോപ്പർട്ടി നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ അതിനോട് നിങ്ങൾ
ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം. ഇവിടെ കാണും വല്ല ജന്മഫലം ഒരു പ്രാവശ്യം നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് ഫൈനാൻഷ്യലായിട്ട് കുറച്ചൊരു മാർജിൻ വന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്ത്. പക്ഷെ അതൊന്നുകൂടെ സജീവമായിട്ട് നോക്കണം. അറ്റ്ലീസ്റ്റ് ഇത്രയും മെമ്പേഴ്സൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു കോൺസെൻട്രേഷൻ ഉള്ളതുകൊണ്ട് അവർ കൂടെ പ്രധാനപ്പെടുത്തക്ക തരത്തിൽ നമ്മളിവിടെ മയൂറാർ ഫേസ് 3 പ്രോപ്പർട്ടി എവിടെയെങ്കിലും സൗകര്യപ്പെടുത്താൻ നോക്കുക. കുറച്ച് സാമ്പത്തികത്തിന്റെ ഗ്യാപ്പ് വരുന്നതാണെങ്കിലും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളതാണ് ഒരു തോന്നുന്നത്. അപ്പോൾ ഈ കുടുംബസംഗമത്തിൽ വന്നവർക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ സംഘടനയുടെ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹകരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്നിപ്പോൾ നമുക്ക് പുതിയതായിട്ട് 1-2 ഫാമിലികളൂടെ വന്നിട്ടുണ്ട്. അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവർ ഒന്ന് നമ്മുടെ സത്യബാബു എന്ന് പറയുന്നത് സാറ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലുണ്ടായിരുന്ന അന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കോൺടാക്ട് ഒക്കെ ചെയ്ത. പക്ഷേ പുള്ളിയുടെ അന്നത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സംഘടനയായിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റില്ല. ആ സമയത്ത് ബന്ധപ്പെടണം തോന്നിയ ആത്മാർത്ഥമായിട്ട് മെമ്പർഷിപ്പ് എടുത്ത് ഇപ്പോൾ ഗ്രേറ്റനോടയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ബിജു എന്ന് പറയുന്ന ഒരു മെമ്പർ കൂടി. ബിജു ഇപ്പോൾ വളരെ വർഷമായിട്ട് ഡൽഹിയിലുള്ളത്. ഇവരൊക്കെ ഇപ്പോഴാണ് മെമ്പർഷിപ്പ് എടുക്കാൻ വന്നത്. അറ്റ്ലീസ്റ്റ് പുതിയ മെമ്പേഴ്സിനെ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ കുടുംബ സംഗമം നല്ല രീതിയിൽ നടന്നു കാണുന്നതിൽ ആരാ ഒരു സന്തോഷ് എവിടെയാണ് താമസിക്കുന്നത്? സെക്ടർ 34. സന്തോഷും പിന്നെ പൂർണിമയുടെ ഡൽഹി ജോലി കിട്ടി വന്ന സമയത്ത് ആർക്കെ പേർക്ക് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് താമസ സൗകര്യത്തിനൊക്കെ ഇങ്ങനെ സഹായിച്ചതാ. അത് കഴിഞ്ഞിട്ട് നോഡലൊക്കെ പോയതിനു ശേഷം ഒരു പ്രാവശ്യം ഞാൻ കോണ്ടാക്റ്റും ചെയ്തതാ. പക്ഷെ അവർക്കിപ്പോൾ സമയം ഇപ്പോഴാണ് അവർക്ക് വിഷയത്തിൽ ചേരണമെന്ന് തോന്നിയത്. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പൊ എന്ന് വിചാരിക്കപ്പോ ഇവരെയൊക്കെ നമുക്ക് വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അറിയാം. പിന്നെ സവർണിക. അപ്പൊ പുതിയ 2-3 മെമ്പേഴ്സും കുടുംബങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിയുന്നിടത്തോളം ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മെമ്പർഷിപ്പ് കുറയുന്നുണ്ട്. ഇത് നമുക്ക് കവറപ്പ് ചെയ്യാനായിട്ട് നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ മെമ്പേഴ്സൊക്കെ കൊണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ നമ്പറോ സമ്പർക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കാം. അവരെയും കൂടെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എൻ്റെ പേര് സന്തോഷ് കുമാർ. ഞാൻ ഇവിടെ സെക്ടർ 34 നോയിഡയിൽ താമസിക്കുന്നത്. ഇവിടെ സെക്ടർ 21 ഒരു സ്കൂളുണ്ട്, ബാൽഭാരതി പബ്ലിക് സ്കൂൾ നോയിഡ. അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വൈഫ് പൂർണിമ. പിന്നെ എൻ്റെ നാട് പത്തനംതിട്ട, കോന്നി എന്ന് പറയും. പൂർണിമയുടെ ട്രിവാൻഡ്രം. പൂർണിമ ഇവിടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ ഇൻ്റലിജൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. മോള് സൗവർണിക ഡിഗ്രി സ്റ്റുഡൻ്റാണ്. BA സൈക്കോളജി സെക്കൻഡ് ഇയർ ചെയ്യുന്നു. മോള് അതിനോടൊപ്പം തന്നെ പാട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഗായിക കൂടിയാണ് മോള്. ഇത് എൻ്റെ ഭാര്യ രേണുക. ഇത് മോള് ആഷ്ന സത്യബാബു. മോളിപ്പോൾ BCom ഓണേഴ്സിന് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഇത് ഹൗസ് വൈഫാണ്. ചെറിയ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിജു. ഞാൻ ഉത്തനാട് താമസിക്കുന്നു. ഞാൻ നേഴ്സാണ്. എൻ്റെ വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. കുട്ടികൾ കേരള സ്കൂൾ വികാസ്പുരിയിൽ പഠിക്കുന്നു. ഞാൻ നാട്ടിൽ റാന്നി പത്തനംതിട്ട എന്ന് പറയും, അവിടെ നിന്നാണ്. ഇവിടെ 40 ഗുഡ്ഗാവിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം കൂടെ ഇവിടെ. പാഞ്ചജന്യം ഭാരതം എന്ന് പറയുന്നൊരു ഹൈന്ദവ കൂട്ടായ്മയുണ്ട്. ഹൈന്ദവരുടെ എല്ലാവരും ഏകോപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യക്ക് അതെ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ BJP നജഫ്ഗഡ് ഡിസ്ട്രിക്റ്റിലെ കൺവീനറാണ് കേരള സെല്ലിൻ്റെ. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. നമുക്ക് രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും പല കാര്യങ്ങൾക്കും എനിക്കും നിങ്ങളുമായിട്ട് സഹകരിക്കാൻ പറ്റും. ഇവിടെ എത്തിയോണ്ട് ഈ വിശ്വത്തിൻ്റെ കുടുംബസംഗമത്തിൽ എത്തിയത് വളരെ സന്തോഷം. പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് കഴിഞ്ഞ വർഷം തുടങ്ങിയ 98 മുതൽ തന്നെ 10ലും 12ലുള്ള കുട്ടികൾക്ക് ഹയസ്റ്റ് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കാഷ് അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2009 മുതൽ ആ കാഷ് അവാർഡ് എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് 12ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റുകാർക്കും നമ്മൾ കാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8ഓളം കുട്ടികൾക്ക് നമ്മൾ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മയൂറാർ ഏരിയയിൽ ഈ ഏരിയയിൽ നിന്നുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കാറുണ്ട് 10ലും 12ലും അല്ലേ. അവർക്ക് ഒരു കാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഈ ഏരിയയുടേതായിട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഡബിൾ ബെനിഫിറ്റാണ്. അപ്പോൾ ഇന്ന് ഈ കാഷ് അവാർഡ് കൂടെ വിതരണം ചെയ്യാനായിട്ട് സർട്ടിഫിക്കറ്റും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 12ാം ക്ലാസ്സിലെ അവാർഡാണ്. ഇത് അശ്വതി സുരേഷാണ് ഈ വർഷം 12ാം ക്ലാസ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്
ഇപ്പൊ LLB ചെയ്തോണ്ടിരിക്കുക. പേരൻസ് രണ്ടുപേരും എന്ത് രമേന്ത് അപ്പൊ അശ്വതിയുടെ സാന്നിധ്യം പിന്നെ അശ്വതിക്ക് വേണ്ടിയിട്ട് അശ്വതിന്റെ പേരൻസ് ഈ കാഷ് അവാർഡ് സർട്ടിഫിക്കറ്റും കളക്ട് ചെയ്യാണ്. ഓക്കെ അപ്പോൾ അശ്വതിക്ക് കൺഗ്രാറ്റുലേഷൻ അറിയിക്കുക. അപ്പോൾ അടുത്ത ഡിഗ്രിക്ക് നല്ല മാർക്കോടുകൂടി സ്കോളർഷിപ്പ് റാങ്കോടുകൂടി പാസ്സാവാനായിട്ടുള്ള 5 വർഷം. ഓക്കെ. അതുപോലെ നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അരിനന്ദൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെൻട്രൽ കമ്മിറ്റിയുടെ കാഷ് അവാർഡ് വേറെ ആർക്കും ഒരു അവസരം കൊടുക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മൃഗനായിട്ടുള്ള രണ്ട് പ്രദേശമുണ്ട്. 2 പേര് അപ്പൊ ഇവർ കാരണം വിഷയത്തിലെ പല ആൾക്കാർക്ക് വിഷമമാണ്, കാരണം അവർക്കാരും കിട്ടുന്നില്ല. പക്ഷേ നമ്മളൊരു കോമ്പറ്റീഷൻ ഇടപെടുമ്പോൾ നമുക്ക് ആ ഒരു സ്പിരിറ്റ് വേണം. കാരണം നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ ശരി അടുത്ത പ്രാവശ്യം എനിക്ക് വായിക്കാം എന്നുള്ളൊരു സ്പിരിറ്റോടുകൂടി പഠിച്ച് മുന്നോട്ട് വളർന്നു വരണം. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ ഈ ഏരിയയിലെ 10ാം ക്ലാസ്സിലേക്കുള്ള ഏറ്റവും ഹൈസ്റ്റ് മാർക്ക് കിട്ടിയിരിക്കുന്ന അരിനന്ദൻ സർട്ടിഫിക്കറ്റും കാഷ് അവാർഡും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഇതുപോലെ 10ാം ക്ലാസ്സിന്റെ ഡൽഹിയിൽ തന്നെ ഫസ്റ്റാണ്. ഡൽഹി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് ഡൽഹിയിലെ ഫസ്റ്റ്. കേരള സ്കൂളിന്റെ ഏറ്റവും ഹൈസ്റ്റ് മാർക്ക് കിട്ടിയ സ്റ്റുഡന്റാണ് ഈസ്റ്റ് ഡൽഹി മയൂർ കേരള സ്കൂളിൽ നിന്ന്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. കീപ് ഇറ്റ് അപ്പ്.